ഗാസയെ കുരുതിക്കളമാക്കുന്ന ഇസ്രായേലി ആക്രമണങ്ങളെ എന്ത് പേരിട്ട് വിളിക്കും? കൂട്ടക്കുരുതിയെന്നോ നരനായാട്ടെന്നോ ഒക്കെ പേരിട്ട് വിളിച്ചാൽ പോലും അത് കുറഞ്ഞു പോകും. മധ്യസ്ഥതയ്ക്ക് ഒരു സാധ്യതയും നൽകാതെ ഗാസയിൽ കൂട്ടക്കൊല നടത്തി ഗാസ സിറ്റി പിടിച്ചടക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യവുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഗാസയിലാണ് ഇസ്രായേലിന്റെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നത്. ഡസൻ കണക്കിന് ആളുകളെ ഓരോ ദിവസവും കൂട്ടക്കൊല ചെയ്യുകയാണ് ഇസ്രായേൽ. വീടുകളും കെട്ടിടങ്ങളും, എന്തിനധികം സ്കൂൾ കെട്ടിടങ്ങൾ വരെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഓരോ ഇസ്രായേലിയും ആയുധമെടുക്കണമെന്ന ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗിവറിന്റെ വാക്കുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തോര വെളിവാക്കുന്നു. ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഗാസ സിറ്റി വളരെ വൈകാതെ തന്നെ ഒരു ശവപ്പറമ്പായി മാറും. അഭയകേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് പോലും ഇസ്രായേൽ ആക്രമണം നടക്കുന്നു. ഏറ്റവും ഒടുവിലായി ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഹമാസിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഉപാധി ആയുധം വെച്ച് കീഴടങ്ങലാണ്. ബന്ദികളെ വിട്ടയക്കുകയും ഹമാസ് ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങുകയും ചെയ്താൽ ഉടൻ ആക്രമണം അവസാനിപ്പിക്കുമെന്നും ഇസ്രായേലി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആദ്യം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറട്ടെ, എന്നിട്ടാകാം ബന്ദിമോചനം എന്നാണ് ഹമാസ് കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട്. അതേസമയം വെടിനിർത്തലിന്റെ ഒരു നേരിയ ശുഭസൂചനാ വെട്ടം അവിടെ കണ്ടു തുടങ്ങുന്നുമുണ്ട്. വെടിനിർത്തലിന് തയ്യാറാകുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ലാസ്റ്റ് വാർണിംഗിനെ കുറിച്ച് ചർച്ചയാകാമെന്ന് ഹമാസ് സമ്മതിച്ചതാണ് പ്രതീക്ഷയുടെ നേരിയ വെട്ടം വിതറുന്നത്. US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചതായി വിദേശകാര്യമന്ത്രി ഗിഡിയൻ സ്വർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ, ഗാസ മുനമ്പിനെ ശാന്തമാക്കാൻ, ബന്ദിമോചനം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഹമാസ് പുറപ്പെടുവിച്ച പ്രസ്താവന. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം, പലസ്തീനെ നയിക്കാൻ ഒരു സ്വതന്ത്ര കമ്മിറ്റി രൂപീകരിക്കണം. ഇതാണ് ബന്ദിമോചനത്തിന് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി. തങ്ങളുടെ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന സമഗ്രാധിപത്യം അവസാനിപ്പിക്കാനുള്ള ഏത് നീക്കത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത്. അതിന് ഉപോത്ബലകമായ ചില ആശയങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതായും അത് വെടിനിർത്തലിലേക്ക് എത്തിക്കുമെന്നും ഹമാസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്ന മധ്യസ്ഥ ശ്രമത്തിനായി ഹമാസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ഹമാസ് നേതൃത്വവുമായുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ് എന്ന് US അറിയിച്ചിട്ടുണ്ട്. ഹമാസിന്റെ പ്രസ്താവന ശരിവെക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ഹമാസ് തടങ്കലിലാക്കിയിട്ടുള്ള ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഉടനടി ഒരു ധാരണയിൽ എത്തുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും വൈകാതെ ശുഭവാർത്ത കേൾക്കാമെന്നും ട്രംപ് പറയുമ്പോൾ ലോകം കാതോർക്കുന്ന സമാധാനത്തിന്റെ വാർത്ത വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇക്കാര്യത്തിൽ ഇസ്രായേലുമായും ട്രംപ് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഭവിഷ്യത്തുകളെക്കുറിച്ച് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും അത് അവസാനത്തെ താക്കീതാണ് എന്നും ട്രംപ് പറയുന്ന ഹമാസ് അംഗീകരിച്ച ആ ലാസ്റ്റ് വാർണിംഗ് എന്തായിരിക്കും? വിദഗ്ധർ വിലയിരുത്തുന്നത് ശരിയാണ് എങ്കിൽ ഹമാസിന്റെ തടവിലുള്ള 48 ഇസ്രായേലി ബന്ദികളെയും ഇസ്രായേൽ ജയിലിലുള്ള ആയിരക്കണക്കിന് പലസ്തീനികളെയും വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ മോചിപ്പിക്കും. മറ്റ് ചർച്ചകളൊക്കെ വെടിനിർത്തൽ തുടരുന്ന ദിവസങ്ങളിൽ നടക്കും. ഇതിന് തയ്യാറായില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകളായിരിക്കാം അമേരിക്ക ഹമാസിനെ ലാസ്റ്റ് വാർണിംഗ് ആയി അറിയിച്ചിട്ടുണ്ടാകുക. എന്തായാലും ഇക്കാര്യത്തിൽ ഇസ്രായേൽ നിലപാട് എങ്ങനെയായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നില്ല എങ്കിൽ ഗാസയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ വീണ്ടും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. 2 മാസം മുൻപ് നടന്ന ഒരു മധ്യസ്ഥ ഉടമ്പടിക്ക് നേരെയും ഇസ്രായേൽ പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അന്ന് ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി ജൂലൈയിൽ ഹമാസ് അംഗീകരിച്ചുവെങ്കിലും ഇസ്രായേൽ അംഗീകരിച്ചില്ല. മാത്രമല്ല, അതിന് പിന്നാലെ ഗാസയിൽ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കുകയും ചെയ്തു. അതിന്റെ പ്രധാന കാരണം ഈ മധ്യസ്ഥ ഉടമ്പടി വരുന്നതിനും ഏതാനും ദിവസം മുൻപാണ് ഗാസ സിറ്റി ഏറ്റെടുക്കുക എന്ന ഇസ്രായേൽ പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയത്. ഇതിനായി ഗാസ സിറ്റിയിൽ താമസിക്കുന്ന 10 ലക്ഷത്തോളം പലസ്തീനികളോട് കുടിയൊഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോഴും ഗാസയിൽ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന ആളുകളോടും പരിസരത്ത് ടെന്റ് കെട്ടി കഴിയുന്നവരോടും ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഗാസയിലെ അവസാന പട്ടണവും നാമാവശേഷമാക്കുകയാണ് ഇസ്രായേലിന്റെ നീക്കം. 10 ലക്ഷം പലസ്തീനികൾ ഗാസ സിറ്റി വിട്ടുപോകണമെന്നാണ് ഇസ്രായേൽ ഉത്തരവ്. മറ്റിടങ്ങളിൽ നിന്ന് ഇതിനകം കുടിയൊഴിപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പേർ തിങ്ങിക്കഴിയുന്ന ചെറുപ്രദേശമായ മവാസിയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം നൽകുകയും പിന്നാലെ
അതിഭീകരമായ ആക്രമണത്തിലൂടെ ദിനംപ്രതി ഡസൻ കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുകയുമാണ്. ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ അടച്ചും ആക്രമണം രൂക്ഷമാക്കിയും ഇതിനകം കൊടും പട്ടിണിയുടെ നഗരമായി മാറിയ ഗാസ സിറ്റിയിൽ ദിവസങ്ങൾക്കിടെ 11,000-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 6,000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ഭീകരതയ്ക്ക് നടുവിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിർദ്ദേശങ്ങളും വരുന്നത് ശുഭസൂചനയാണ്.